വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ് പ്രിറ്റീമീസ് ആണ്. എല്ലാവർക്കും അറിയോ, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? അപ്പോൾ ഇതാ 7ാം ക്ലാസ്സിൽ നമ്മുടെ ബേസിക് സയൻസ് പരീക്ഷ ഇങ്ങ് അടുത്തെത്തി ഇതാ വരാൻ പോവുകയാണ്. അപ്പോൾ ബേസിക് സയൻസ് പരീക്ഷയ്ക്ക് ഇതാ നമ്മുടെ സൈലത്തിൻ്റെ ക്ലാസ് കണ്ട് നിങ്ങൾ സെറ്റായിട്ട് പോയാൽ ഫുൾ മാർക്ക് തന്നെ നമുക്ക് ബേസിക് സയൻസിൽ മേടിക്കാൻ പറ്റും. കാരണം അതിലുള്ള എല്ലാ ചോദ്യങ്ങളും സെറ്റാക്കിയിട്ടാണ് ഞങ്ങൾ മിസ്സുമാരൊക്കെ ഇവിടെ നിൽക്കുന്നത് കേട്ടോ. അപ്പോൾ ബേസിക് സയൻസിൽ നമ്മുടെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 ടോപ്പിക്കുകൾ നമ്മൾ ഹ്യൂമൻ വണ്ടർ അല്ലെ, മനുഷ്യ വിസ്മയം എന്ന് പറയുന്ന ചാപ്റ്ററിൽ പഠിക്കുന്നുണ്ട്. റെസ്പിറേഷനും അതുപോലെ തന്നെ സർക്കുലേഷനും എക്സ്ക്രീഷനും അങ്ങനെ കുറേ ലൈഫ് പ്രോസസ്സുകൾ, ജീവൽ പ്രക്രിയകളാണ് പഠിക്കുന്നത്. അപ്പോൾ ഇതിൽ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മിസ് വന്നിട്ടുള്ളത്. 100% ഷുവർ ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ഈ ഒരു പാറ്റേണിലാണ് ചോദ്യങ്ങൾ വരുന്നത്, സിലബസ് ഒക്കെ മാറിയത് കൊണ്ട്. അപ്പോൾ വേഗം തന്നെ നമുക്ക് ചോദ്യം നോക്കാം. ആദ്യത്തേത്, സം ഓർഗൻസ് ഇൻ അവർ ഡൈജസ്റ്റീവ് സിസ്റ്റം ആർ ലിസ്റ്റഡ് ബിലോ. കുറച്ച് ഓർഗൻസ് നമുക്ക് തന്നിട്ടുണ്ട് കേട്ടോ. സ്മോൾ ഇൻറ്റസ്റ്റൈൻ, സ്റ്റൊമക്ക്, മൗത്ത്, ലാർജ് ഇൻറ്റസ്റ്റൈൻ, ഏനസ് ആൻഡ് ഈസോഫാഗസ്. ഇവിടെ കാണുന്നുണ്ടല്ലോ, ചെറുകുടൽ, ആമാശയം, അതുപോലെ വൻകുടൽ, മലദ്വാരം, അന്നനാളം എന്നിങ്ങനെ കുറേ ഭാഗങ്ങളായിട്ട് തന്നിട്ടുണ്ട്. ചോദ്യം എന്താ നമുക്ക് നോക്കാം. ഇൻ വിച്ച് പാർട്ട് ഓഫ് ഡൈജസ്റ്റീവ് സിസ്റ്റം ഈസ് ദി ഡൈജഷൻ ഓഫ് ഫുഡ് കംപ്ലീറ്റഡ്? ഈ തന്നിട്ടുള്ള ഭാഗങ്ങൾ തന്നിട്ടുണ്ട്. ക്വസ്റ്റ്യൻ എന്താണ്? ആഹാരത്തിന്റെ ദഹനം പൂർത്തിയാകുന്ന ദഹനേന്ദ്ര വ്യവസ്ഥയുടെ ഏത് ഭാഗത്ത് വെച്ചാണെന്നാണ് ചോദ്യം. അപ്പോൾ ഈ പറയുന്ന ദഹനം എവിടെയാണ് കംപ്ലീറ്റ് ആവുന്നത്? നമുക്കറിയാം, നമ്മുടെ ശരീര വ്യവസ്ഥയിലേക്ക് നോക്കുമ്പം ഡൈജഷൻ കംപ്ലീറ്റ് ആവുന്നത് സ്മോൾ ഇൻറ്റസ്റ്റൈൻ, നമ്മുടെ ചെറുകുടലിൽ വെച്ചിട്ടാണ്. അവിടെ വരെ ഡൈജഷൻ അല്ലെങ്കിൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തെ ബ്രേക്ക് ഡൗൺ ചെയ്യുന്ന പ്രോസസ്സ് നടക്കുന്നുള്ളൂ. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഈസ് പെരിസ്റ്റാൾസിസ്? എന്താണ് പെരിസ്റ്റാൾസിസ്? നമ്മുടെ അന്നനാളം, നമ്മുടെ ഈസോഫാഗസിൽ ഒരു മസ്കുലാർ മൂവ്മെന്റ് നടക്കുന്നുണ്ടല്ലേ, പെരുമ്പാമ്പ് വലിയ മുട്ടനാടിനെ വിഴുങ്ങുന്ന പോലെ ഒരു മൂവ്മെന്റ്. സോ വേവ് ലൈക്ക് മൂവ്മെന്റ് ഓഫ് ദി ഈസോഫാഗൽ വോൾ, അന്നനാള ഭിത്തിയുടെ തരംഗ രൂപത്തിലുള്ള ചലനത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പെരിസ്റ്റാൾസിസ് എന്ന് പറയുന്നത്. ഈ അടുത്ത് നോക്കാം. ദ കനൈൻസ് ഓഫ് കാർണിവോർസ് ആർ ഹൈലി ഡെവലപ്ഡ്. ഹൗ ഇസ് ദിസ് റിലേറ്റഡ് ടു ദെയർ ഡയറ്ററി ഹാബിറ്റ്? അല്ലെ, മാംസാഹാരികളുടെ കോംപല്ലുകൾ വളരെയധികം വികാസം പ്രാപിച്ചവയാണ്. ഇത് അവയുടെ ആഹാര രീതിയുമായി എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു? നമ്മുടെ പല്ലും അതുപോലെ തന്നെ നമ്മുടെ ഈ പറയുന്ന സിംഹത്തിൻ്റെയും കടുവയുടെ പല്ലെടുത്ത് നോക്കുമ്പോൾ എന്താ, നമുക്ക് കുഞ്ഞ് കനൈൻസ് ആണ് ഉള്ളത്, പക്ഷെ അവർക്കോ വല്ല നീണ്ട ഷാർപ്പായിട്ടുള്ള കനൈൻസ് ആണ്. എന്തുകൊണ്ടാണ് മാറ്റം വന്നത്? വേറൊന്നും കൊണ്ടല്ല, ബിക്കോസ് ദേ ആർ കാർണിവോർസ്, അവർ മാംസാഹാരികളാണ് അല്ലേ. അപ്പം നമുക്ക് പറയാം, ഫോർ ബൈറ്റിംഗ് ആൻഡ് ടിയറിംഗ് മീറ്റ്, അവർ കണ്ടിന്യൂസ് എന്താ പച്ച ഇറച്ചി കടിച്ച് വലിച്ച് കഴിക്കുന്നവരാണ്. അപ്പം അത് ബൈറ്റ് ചെയ്യാനും ടിയറിംഗ്, ഈ പറയുന്ന മാംസത്തെ കടിച്ച് കീറാനും വേണ്ടിയിട്ടാണ് അവരുടെ കുറച്ചുകൂടെ ഡെവലപ്ഡ് ആയിട്ടുള്ള കനൈൻസ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഇനി ഡി ക്വസ്റ്റ്യൻ നോക്കിക്കേ. കംപ്ലീറ്റ് ദ ഫ്ലോ ചാർട്ട് ബൈ ഇൻക്ലൂഡിംഗ് ദ സ്റ്റേജസ് ഓഫ് ന്യൂട്രീഷൻ. പോഷകത്തിന്റെ ഘട്ടങ്ങൾ ഉൾപ്പെടുത്തി ഫ്ലോ ചാർട്ട് പൂർത്തിയാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം നമ്മുടെ ദഹനേന്ദ്ര വ്യവസ്ഥ നമുക്കറിയാം, വായിൽ നിന്ന് അന്നനാളം, നമ്മുടെ ഈസോഫാഗസ്, അവിടുന്ന് സ്റ്റൊമക്ക്, ആമാശയം, അവിടുന്ന് സ്മോൾ ഇൻറ്റസ്റ്റൈൻ, ചെറുകുടൽ, പിന്നെ ലാർജ് ഇൻറ്റസ്റ്റൈൻ, വൻകുടൽ, പിന്നെയാണ് നമ്മൾ ഏനസ്, റെക്ടം വഴി മലദ്വാരം, മലാശയം, മലാദ്വാരം വഴി പുറത്തോട്ട് പോകുന്നത്. ഇനി ഇവിടെ നടക്കുന്ന പ്രോസസ്സുകളുടെ ഓർഡറാണ് കറക്റ്റായിട്ട് എഴുതാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പം ഇവിടെ എന്ത് വരും? ഇഞ്ചക്ഷൻ കഴിഞ്ഞാൽ രണ്ടാമത് വരുന്നത് എന്താണ്? ഡൈജഷൻ അല്ലേ, ദഹനമാണ് വരിക. ദഹനം കഴിഞ്ഞാൽ ആഗിരണം, അബ്സോർപ്ഷൻ. അത് കഴിഞ്ഞ് വരുന്നതാണ് എന്ത്? അസിമിലേഷൻ, സ്വാംശീകരണം. അപ്പൊ കറക്റ്റ് ഏതാണ്? ദഹനവും സ്വാംശീകരണവും, ഡൈജഷനും അസിമിലേഷനുമാണ് ഇവിടെ ആൻസർ വരുന്നത്. അപ്പൊ ഇത് കറക്റ്റ് ആയിട്ട് തന്നെ പഠിച്ചു വെക്കാം. അടുത്ത് നോക്കിക്കേ, ഇവിടെ കനൈൻസിന്റെയും നമ്മുടെ പ്രത്യേകത നമ്മൾ പറഞ്ഞിരുന്നു. സോ കനൈൻസ് ഓഫ് കാർണിവേഴ്സ് മസ്റ്റ് ഡെവലപ്പ് ഇറ്റ് ഹെൽപ്സ് ബൈറ്റിംഗ് ആൻഡ് ടിയറിംഗ് മീറ്റ്. ഇൻസിസേഴ്സ് ഇൻ ദ ഹെർബിവോർ ഹെൽപ് ടു ബൈറ്റ് ആൻഡ് ടിയർ ദ ഫുഡ് ആൻഡ് പ്രീമോളാസ് ആൻഡ് മോളാസ് ടു മാസ്റ്റിഗേറ്റ് ദ ഫുഡ്. അപ്പോൾ കാർണിവോഴ്സ് പഠിക്കുമ്പോൾ തന്നെ നിങ്ങൾ ഹെർബിവോഴ്സ്, നമ്മുടെ പശു, ആട് ഒക്കെ പോലെയുള്ള സസ്യഭോജികളെയും കൂടെ പഠിക്കണം. അവരെ പുല്ലൊക്കെ ചവച്ചരക്കാൻ സഹായിക്കുന്ന ഏതാണ്? നമ്മൾ ബൈറ്റ് ചെയ്യാൻ അവരെ ഇൻസിസേഴ്സ് സഹായിക്കും. ഇൻസിസേഴ്സ് വെച്ചിട്ടാണ് അവർ ബൈറ്റ് ചെയ്യുന്നത്. അപ്പോൾ സസ്യാഹാരികൾ ഉളിപ്പല്ലുകൾ ആഹാരം കടിച്ചു മുറിക്കാനും, അണപ്പല്ലുകൾ മോളാസ് ആൻഡ് പ്രീമോളാസ് എന്തിന് യൂസ് ചെയ്യുന്നു? ചവച്ചരയ്ക്കാൻ വേണ്ടിയിട്ടാണ് സഹായിക്കുന്നത്. അപ്പോൾ ഇത് കറക്റ്റായിട്ട് തന്നെ പഠിക്കണം. കമ്പയർ ചെയ്തും ചോദ്യങ്ങൾ വരാവുന്നതാണ്. ഇനി നമ്മൾ ഫുഡ് പാർട്ടുകൾ പഠിച്ചതാണ്. അപ്പോൾ പ്രോസസ്സ് ഇത് ഇതുപോലെ ചിത്രം തന്നിട്ട് നിങ്ങളോട് ചോദിക്കാം. അപ്പോൾ ഓർഡർ കറക്റ്റായിട്ട് പഠിച്ചു വെക്കണം. ഫുഡ് പാർട്ടുകൾ, ആഹാര പദാർത്ഥം ഉള്ളിൽ കയറുന്നു, ഇഞ്ചക്ഷൻ, അത് കഴിഞ്ഞ് ആഹാര സ്വീകരണം നടത്തി കഴിഞ്ഞാൽ ദഹനം, ഡൈജഷൻ, പിന്നെയാണ് പിന്നെയാണ് അബ്സോർപ്ഷൻ, ആഗിരണം, സ്വാംശീകരണം, അസിമിലേഷൻ, എക്സ്ക്രീഷൻ. ചിലപ്പോൾ ഈ ചിത്രം തന്നിട്ടും ഓർഡർ ചോദിക്കാം. അപ്പോൾ അമീബയിലൊക്കെ നടക്കുന്നതും ഇതേപോലെ തന്നെയാണ്. നമ്മുടെ ന്യൂട്രീഷൻ അല്ലെങ്കിൽ നമ്മുടെ പോഷക ആഹാര സ്വീകരണം പോലെ തന്നെയാണ് അവരുടെ പോഷണം നടക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ സ്റ്റെപ്പ് എന്തായാലും പഠിച്ചു വെക്കുക. ഡൈജസ്റ്റീവ് പ്രോസസ്സ്.
അടുത്ത നോക്കിക്കേ, യു മേ ഹാവ് ഓൾസോ പ്രിപ്പയർഡ് എ മോഡൽ ഓഫ് ലങ്സ്. ഇൻ ദിസ് മോഡൽ വിച്ച് പാർട്ട് ഓഫ് റെസ്പിറേറ്ററി സിസ്റ്റം ഇൻഡിക്കേറ്റഡ് ബൈ ബലൂൺസ് അറ്റാച്ച് ടു ദ വൈറ്റ് ട്യൂബ്. ഈ വൈറ്റ് ട്യൂബ് ഇവിടെ കാണാമല്ലോ. വൈറ്റ് ട്യൂബിലേക്ക് ഇവിടെ അറ്റാച്ച് ചെയ്തിട്ടുള്ള ഭാഗം എന്തിനെ സൂചിപ്പിച്ചിരിക്കുന്നു? ശ്വസന വ്യവസ്ഥയുടെ ഏത് ഭാഗത്തെയാണ് സൂചിപ്പിച്ചിരിക്കുന്നത് എന്നാണ്. ആൻഡ് അതിനെ നമ്മൾ പറയുന്നത് എന്താണ്? ലങ്സ് എന്നാണ് പറയുന്നത് അല്ലേ. ശ്വാസകോശം എന്നാണ് നമ്മൾ പറയുന്നത്. ലങ്സിനെയാണ് ഈ പറഞ്ഞ ബലൂണിനെ സൂചിപ്പിച്ചിരിക്കുന്നത്. ഇനി ഉച്ഛ്വാസവായിൽ 21% ഓക്സിജനും നിശ്വാസവായിൽ 15% ഓക്സിജൻ ഉള്ളത്. ഈ വ്യത്യാസത്തിന് കാരണം എന്താണ്? നമ്മൾ ഉള്ളിലേക്ക് 21% ഓക്സിജൻ എടുക്കുന്നു, പുറത്തോട്ടാകെ 15% പോകുന്നുള്ളൂ. ബാക്കിയുള്ള ഓക്സിജൻ എന്താ ചെയ്തത്? നമ്മുടെ ബോഡി ആക്ടിവിറ്റീസിന്, ശരീര പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഇനി അടുത്ത് നോക്കുക, അറേഞ്ച് ദ ഗിവൺ സ്റ്റേറ്റ്മെന്റ് ഇൻ ദ ടേബിൾ അപ്രോപ്രിയറ്റ്ലി. ഇൻഹലേഷനും എക്സലേഷനും, ഉച്ഛ്വാസവും ഉണ്ട് നിശ്വാസവും ഉണ്ട്. അപ്പം അതിനെ കറക്റ്റായിട്ട് ക്രോഡീകരിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം ഇൻഹലേഷൻ എന്ന് പറഞ്ഞാൽ അറ്റ്മോസ്ഫിയറിക് എൻ്റർ ഇൻ ടു ദ ലങ്സ്, നമ്മൾ ഔരസാശയ വ്യാപ്തി കൂടുന്നു, ഉള്ളിലേക്ക് ശ്വാസം എടുക്കുകയാണ്. ആൻഡ് പ്രഷർ ഇൻ ദ തൊറാസിക് ക്യാവിറ്റി ഡിക്രീസസ്, ഔരസാശയത്തിലെ മർദ്ദം കുറയും. നിശ്വാസം എക്സലേഷൻ ചെയ്യുമ്പോഴോ നേരെ ഓപ്പോസിറ്റ് ആണ് സംഭവിക്കുന്നത്. അപ്പോൾ നോക്കിക്കേ, എയർ ഫ്രം ദ ലങ്സ് മൂവ് ഔട്ട്, വോളിയം ഓഫ് തൊറാസിക് ക്യാവിറ്റി ഡിക്രീസ്, പ്രഷർ ഇൻ ദ തൊറാസിക് ക്യാവിറ്റി ഇൻക്രീസസ്. ഔരസാശയത്തിൻ്റെ വ്യാപ്തി കുറയുന്നു, വായു എന്ത് ചെയ്യുന്നു? പുറത്തോട്ട് പോകുന്നു, അവിടെ മർദ്ദം കൂടുന്നു. വായുമർദ്ദം ഔരസാശയത്തിൽ കൂടുന്നതുകൊണ്ടാണ് എയർ പുറത്തോട്ട് പോകുന്നത്. ഇത് കമ്പയർ ചെയ്ത് മസ്റ്റായിട്ട് പഠിക്കണം. ഷോർട്ട് ക്വസ്റ്റ്യൻ ആണ്. ഇനി നമ്മുടെ റെസ്പിറേറ്ററി സിസ്റ്റത്തിൻ്റെ ഡയഗ്രാം നന്നായിട്ടൊന്ന് പഠിക്കണേ. ഇതാണ് നമ്മുടെ നോസ്ട്രിൽ, ഇതാണ് നമ്മുടെ ട്രക്കിയ, ഇവിടെയാണ് നമ്മുടെ ബ്രോങ്കൈ കാണുന്നത്, ബ്രോങ്കിയോള്, ആൻഡ് ഇതാണ് നമ്മുടെ ഡയഫ്രം. അപ്പോൾ ഈ ഡയഗ്രാം കറക്റ്റായിട്ട് പഠിക്കണം. ഈ ചിത്രം തന്നിട്ടും നിങ്ങളോട് ചോദ്യം ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ്. പിന്നെ ഇൻഹലേഷൻ എക്സലേഷൻ നമ്മളിപ്പോൾ ചോദ്യം കണ്ടല്ലോ, അതുപോലെ തന്നെ പഠിച്ചു വെക്കുക. ആൻഡ് മറ്റൊരു ഭാഗം ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് റെസ്പിറേറ്ററി ട്രാക്ട്, ശ്വസന പദമാണ്. കറക്റ്റായിട്ട് എങ്ങനെയാണ് പാത്വേ പോകുന്നുള്ളതൊന്ന് പഠിച്ചു വെക്കാം. ആദ്യം വരുന്നത് എന്താണ്? നമ്മുടെ നോസ്ട്രിൽസ് ആണ്, നമ്മുടെ നാസാരന്ധ്രം. ഈ നാസാരന്ധ്രത്തിൽ നിന്ന് ഈ ചിത്രം നിങ്ങൾ നോക്കിക്കേ. നാസാരന്ധ്രം കഴിഞ്ഞാൽ പിന്നെ എങ്ങോട്ടാ പോവുക? ട്രക്കിയയിലേക്കാണ് പോവുക അല്ലേ. ട്രക്കിയാണ് നമ്മുടെ ശ്വാസനാളം. അവിടുന്ന് ബ്രോങ്കസ്, നമ്മുടെ ശ്വസനി, പിന്നെ ബ്രോങ്കിയോൾ, ശ്വസനിക, അവിടുന്ന് നേരെ ആൽവിയോളസ്, നമ്മുടെ വായു അറയിലേക്ക് പോകും. ഇതാണ് നമ്മുടെ ശ്വാസം ഉള്ളിലോട്ട് പോകുന്ന പാത അല്ലെങ്കിൽ പദം എന്ന് നമ്മൾ പറയുന്നത്. സോ റെസ്പിറേറ്ററി ട്രാക്ട് എഴുതാൻ ചോദിച്ചാൽ ഈ ഒരു ഫ്ലോ ചാർട്ട് പഠിച്ചു വെക്കണം. ശ്വസന പദം എന്നാണ് നമ്മൾ ഇതിനെ പറയുന്നത്. ഇനി മറ്റൊരു കാര്യം കൂടി ഇതാ ക്വസ്റ്റ്യൻ നോക്കിക്കേ. അനലൈസ് ദ ടേബിൾ ആൻഡ് അണ്ടർസ്റ്റാൻഡ് ദ ഡൈവേഴ്സ് ടൈപ്പ് ഓഫ് റെസ്പിറേഷൻ ഇൻ ഓർഗാനിസംസ്. ജീവികളിലെ പലതരത്തിലുള്ള റെസ്പിറേറ്ററി ഓർഗൻസ് ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ്, വിട്ട ഭാഗം പൂരിപ്പിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അടുത്ത് മണ്ണിരയാണെങ്കിൽ മണ്ണിരയുടെ ശ്വസന ഭാഗത്തിനെ നമ്മൾ എന്താ പറയുന്നത്? മണ്ണിര എന്ത് വെച്ചിട്ടാണ് ശ്വസിക്കുന്നത്? സ്കിന്ന് വെച്ചിട്ടാണ് അല്ലെ, ത്വക്ക് വെച്ചിട്ടാണ്. ഇനി ഗിൽസ്, ശകുലങ്ങൾ എന്ന് പറയുന്നത് എവിടെയാ? ഫിഷ്, മത്സ്യത്തിലാണ്. ലങ്സ് വൈൽ ഓൺ ലാൻഡ് മോയ്സ്റ്റ് സ്കിൻ, കരയിലായിരിക്കുമ്പോൾ ശ്വാസകോശം, വെള്ളത്തിലായിരിക്കുമ്പോൾ ഈർപ്പമുള്ള ത്വക്ക്. ഇതാരെ പറ്റിച്ചാണ് പറയുന്നത്? നമ്മുടെ ഫ്രോഗ്, തവളയിനെ പറ്റിയിട്ടാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ സ്പൈഡർ അല്ലെങ്കിൽ ചിലന്തിയുടെ റെസ്പിറേറ്ററി ഓർഗൻ, അവരുടെ ശ്വസന അവയവം ഏതാണ് വരിക? അത് നിങ്ങൾ എന്ത് ചെയ്യുക? ഒന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ. ഇത് നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ചോദ്യമാണ്. അപ്പം ഇത് ഭാഗം നന്നായിട്ട് തന്നെ റിവൈസ് ചെയ്ത് പഠിക്കണം. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ഇനി മറ്റൊരു ഭാഗത്തേക്ക് നമ്മൾ പോവുകയാണ്. നോക്കിക്കോ, നമ്മുടെ സർക്കുലേഷനുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ്. കംപ്ലീറ്റ് ദ ടേബിൾ ബിലോ റിലേറ്റഡ് ടു ദ ബ്ലഡ് സർക്കുലേഷൻ സിസ്റ്റം. വിച്ച് കമ്പോണന്റ് ഗിവ് ബ്ലഡ് ഇറ്റ്സ് റെഡ് കളർ? വാട്ട് ആർ ദ മെഷർ ടു ബി ടേക്കൺ ടു മെയിൻറ്റെയിൻ ഹാർട്ട് ഹെൽത്ത്? രക്തപര്യന വ്യവസ്ഥയുമായി ബന്ധപ്പെട്ട് താഴെ കൊടുത്തിരിക്കുന്ന പട്ടികയാണ്. ചുവപ്പ് നിറം നൽകുന്ന ഘടകം ഏതാണ്? ഹൃദയത്തിന്റെ ആരോഗ്യം നിലനിർത്താൻ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം? ഏതെങ്കിലും രണ്ടെണ്ണം ഏതാനാണ്? അപ്പം നമുക്കറിയാം, ഈ ബ്ലഡ് സെല്ല് പാർട്ട് ഓഫ് ദ സർക്കുലേറ്ററി സിസ്റ്റം തന്നിട്ടുണ്ട്. നമുക്ക് റെഡ് ബ്ലഡ് സെൽസ് ഉണ്ട്, വൈറ്റ് ബ്ലഡ് സെൽസ് ഉണ്ട്, പ്ലേറ്റ്ലെറ്റ് ഉണ്ട്. അതുകൂടാതെയോ ബ്ലഡ് വെസൽസ്. ഇത്രയുമാണ് നമ്മുടെ രക്തവ്യവസ്ഥ, സർക്കുലേറ്ററി വ്യവസ്ഥയുടെ ഭാഗങ്ങൾ എന്ന് പറയാം. ഇനി നമ്മുടെ രക്തത്തിന് ചുവപ്പ് നിറം കൊടുക്കുന്നത് ആരാണ്? നമ്മുടെ ഹീമോഗ്ലോബിൻ ആണ്. ഏതാണ്? ഹീമോഗ്ലോബിൻ ആണ് കൊടുക്കുന്നത്. അത് മറന്നു പോകരുത്. ആൻഡ് രക്തകോശങ്ങൾ ഇതാണെന്ന് പഠിച്ചു വെക്കുക. RBC, WBC, പ്ലേറ്റ്ലെറ്റ്. രക്തപര്യന വ്യവസ്ഥയുടെ ഭാഗങ്ങൾ എന്ന് പറയുമ്പോൾ ഹാർട്ട്, രക്തം, രക്തക്കുഴൽ, ഹൃദയം, ബ്ലഡ് ഉണ്ട്, അതുപോലെ ബ്ലഡ് വെസൽസും ഉണ്ട്. ഹീമോഗ്ലോബിൻ ആണ് റെഡ്, ചുവപ്പ് കളർ നമ്മുടെ ബ്ലഡിന് കൊടുക്കുന്നത്. അടുത്ത ചോദ്യം എന്തായിരുന്നു? എങ്ങനെ നമ്മുടെ ഹൃദയത്തിൻ്റെ
ആരോഗ്യം നമ്മൾ നല്ല ഹെൽത്തി ആയിട്ട് നമുക്ക് നിൽക്കാൻ പറ്റുമെന്നാണ്. അതിന് ഉത്തരം വരുന്നത് ഗുഡ് ഫുഡ് ഹാബിറ്റ്, റെഗുലർ എക്സസൈസ് ആൻഡ് ബെറ്റർ ലൈഫ് സ്റ്റൈൽ അല്ലേ. നല്ല സമീകൃതമായിട്ടുള്ള ആഹാരം നമ്മൾ ശീലിക്കണം, കൃത്യമായ വ്യായാമം ചെയ്യണം, മദ്യപാനം തുടങ്ങിയ ദുശീലങ്ങൾ ഒഴിവാക്കുക. ഇതാണ് നമ്മുടെ ഹാർട്ടിൻ്റെ ഹെൽത്ത് നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യാൻ ഉപയോഗിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ അത് ക്ലിയർ ആയിട്ട് തന്നെ പഠിച്ചു വെക്കുക. ഇതുപോലെ തന്നെയാണ് ക്വസ്റ്റ്യൻസ് ഇനിയും വരുന്നത് കേട്ടോ. ഇനി മറ്റൊരു ക്വസ്റ്റ്യൻ കൂടി തരാം. ഫൈൻഡ് ഔട്ട് ദ മിസ്റ്റേക്സ് ഇൻ അണ്ടർലൈൻഡ് പാർട്ട് ആൻഡ് കറക്റ്റ് ഇറ്റ്. ഇവിടെ തന്നിരിക്കുന്ന അടിവരയിട്ട ഭാഗത്തെ തെറ്റുകൾ കണ്ടെത്തി തിരുത്തി എഴുതാനാണ്. ഹാർട്ട് ഈസ് എബൌട്ട് ദ സൈസ് ഓഫ് ക്ലഞ്ചഡ് ഫിസ്റ്റ്. നമ്മളെ ഇങ്ങനെ മുഷ്ടി ചുരുട്ടിയ അത്രയുമാണ് നമ്മുടെ ഹാർട്ടിൻ്റെ സൈസിൻ്റെ. അപ്പോൾ മിസ്സിൻ്റെ ഹാർട്ടിൻ്റെ സൈസ് ഇത്രയാണ് ഉണ്ടാവുക. സോ ഹാർട്ട് ഈസ് കവേർഡ് ബൈ എ സിംഗിൾ ലൈൻ മെംബ്രെയിൻ കോൾഡ് പ്ലൂറ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ശ്വാസകോശത്തിനെ ആവരണം ചെയ്യുന്നതാണ് പ്ലൂറ. ഹാർട്ടിനെ പൊതിഞ്ഞ് സംരക്ഷിക്കുന്ന ഏതാണ്? ഡബിൾ മെംബ്രെയിൻ ആയിട്ടുള്ള പെരികാർഡിയമാണ്. സിംഗിൾ അല്ല, ഡബിൾ മെംബ്രെയിൻ ആയിട്ടുള്ള പെരികാർഡിയം. അപ്പം ഇത് രണ്ടും തെറ്റാണ്, അത് മാറ്റി എഴുതണം. ഡബിൾ മെംബ്രെയിൻ ഇരട്ട സ്ഥലമായിട്ടുള്ള പെരികാർഡിയമാണ്. ഹൃദയത്തിന് മുഷ്ടിയോളം വലിപ്പമുണ്ട്. ഹൃദയത്തെ ആവരണം ചെയ്ത സ്ഥലം നമ്മൾ പറഞ്ഞു, ഏതാണ്? പെരികാർഡിയം. മനുഷ്യ ഹൃദയത്തിന് എത്ര അറകളാണ്? 2 ചാമ്പറാണോ? അല്ല, നമുക്ക് 4 അറകളുണ്ട്. 4 ചാമ്പേഴ്സ് ആണ്. 2 ഈട്രിയും 2 വെൻട്രിക്കിളുമാണ് നമ്മുടെ ഹൃദയത്തിനുള്ളത് കേട്ടോ. അപ്പം ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് നമ്മൾ ഇനിയും, ഇത് വളരെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തിട്ടുള്ളൂ. കുറേ ക്വസ്റ്റ്യൻസ് നമ്മൾ എന്ത് ചെയ്യും, ഇന്നത്തെ ലൈവിൽ ഡിസ്കസ് ചെയ്യും. അപ്പം മാരത്തോൺ ഉഷാറായിട്ട് തന്നെ പഠിക്കണം, അടിപൊളിയാക്കി സെറ്റാക്കണം. അപ്പം കൂടുതൽ ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിട്ട് ലൈവിൽ മിസ് വരുന്നതായിരിക്കും. സോ ടിൽ ദെൻ ബൈ ബൈ.